ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു സ്വർണം എടുക്കുന്നതും കൊണ്ടുപോയതും തന്റെ കാലത്തല്ല, ഇതിന് രേഖകൾ തെളിവാണെന്ന് വാസു പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമില്ലെന്നും സംശയങ്ങൾ തോന്നുന്നത് ഇപ്പോഴാണെന്നും പ്രതികരണം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ ലഭിച്ചുവെന്നും എൻ വാസുവിന്റെ സ്ഥിരീകരണം ഉണ്ടായി. ദ്വാരപാലകരുടെ പാളി അത് അവിടെ നിന്ന് എടുക്കുന്നതും കൊണ്ടുപോകുന്നതും അത് തിരിച്ചു സ്ഥാപിക്കുന്നതും ഒക്കെ ഈ ഇടയ്ക്ക് വരുന്ന ഈ പീരീഡിലാണ്, ഞാനുള്ളപ്പോഴല്ല. 2019 ജൂലൈ 19-ാം തീയതിയാണ് ഇത് അവിടുന്ന് ഇളക്കി കൊണ്ടുപോയതായിട്ട് കാണുന്നത്. അത് തിരിച്ചു സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ പീരീഡിൽ ഞാൻ കമ്മീഷണറുമല്ല പ്രസിഡൻറ്റുമല്ല. ഞാൻ വെറുതെ ഇതങ്ങ് ഒഴിയാൻ വേണ്ടി പറയുന്നില്ല, ഇതിലെല്ലാം രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നെ കാഷ്വലായി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും അയാൾ നേരിട്ട് വന്നിട്ടില്ല. അയാൾ ശബരിമലയിലെ ഈ അന്നദാനത്തിനുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ധാരാളം സ്പോൺസർമാർ വരുന്നുണ്ട് ശബരിമല ചെയ്യാനായിട്ട്. അതിലെ ഒരാളായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ അടുത്ത് പോലും വന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല, എനിക്കറിഞ്ഞേ കൂടാ. ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, എൻ വാസു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാലത്തല്ല ഈ സ്വർണ്ണ കവർച്ച നടക്കുന്നത് എന്നാണല്ലോ. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയം എന്നത് എല്ലാം ഇടത് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഉള്ള ദേവസ്വം മന്ത്രിമാരാണ്. ഓരോ ദേവസ്വം ബോർഡിൻ്റെയും പ്രസിഡന്റുമാർ, മുൻകാല പ്രസിഡന്റുമാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ കാലത്തല്ല സ്വർണ്ണ കവർച്ച നടന്നത് എന്നുള്ളതാണ്. ഗൗതം, അത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നതും ഇതേപോലെ തന്നെയാണ്. തൻ്റെ കാലത്തല്ല, താൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്തല്ല ഈ സ്വർണം കൊണ്ടുപോയതും തിരികെ എത്തിക്കുന്ന നടപടികളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നതും അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നതും ഒക്കെ ആ കാലത്തല്ല എന്നുള്ളതാണ് വി എൻ വാസവൻ പറഞ്ഞത്. സമാനമാണ് 2019 ജൂലൈയിൽ ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയം താനല്ല അവിടുത്തെ ദേവസ്വം കമ്മീഷണർ, താനല്ല അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് ഈ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസു ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് ഇത് കൊണ്ടുപോയതൊന്നും തനിക്ക് അറിയില്ല, എപ്പോൾ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുവന്നു, ആര് ഇതിൽ ഇടപെടൽ നടത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നൊന്നും തനിക്ക് അറിയില്ല. പക്ഷേ അതിനുശേഷം ഈ സ്വർണവുമായി ബന്ധപ്പെട്ടൊരു ഇമെയിൽ സന്ദേശം ദേവസ്വം ബോർഡിന് ലഭ്യമായിരുന്നു. അദ്ദേഹം ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സ്വർണം, അദ്ദേഹം കൊടുക്കുന്ന സ്വർണം, അതിൽ നിന്ന് ഒരു പങ്ക് അവിടുത്തെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടൊരു പെൺകുട്ടിക്ക് സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു കത്ത് വന്നിരുന്നു, അതൊരു ഇമെയിൽ വന്നിരുന്നു. അത് എൻ വാസു സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ഇമെയിൽ സന്ദേശം ലഭ്യമായ ഉടൻ തന്നെ മറ്റ് ജീവനക്കാർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത തേടേണ്ട ചുമതലയുള്ള ജീവനക്കാരോട് തൻ്റെ അഭിപ്രായം തേടിയിരുന്നു എന്നുള്ളതും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത് മുൻപ് ആവർത്തിച്ചിരുന്നില്ല, ഇങ്ങനൊരു ഇമെയിലിനെ പറ്റി താങ്കൾ സംസാരിച്ചില്ലല്ലോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇമെയിലിൻ്റെ കാര്യം താൻ ഓർത്തിരുന്നില്ല, അങ്ങനൊരു കാര്യത്തിൽ വലിയ കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരുന്നത്, ധരിച്ചു വെച്ചിരുന്നത് ആ സ്വർണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് നൽകുന്ന സ്വർണത്തിൻ്റെ അധികം വരുന്ന ശേഷിപ്പായിട്ടുള്ള സ്വർണ്ണമാണ്. ആ സ്വർണം മറ്റ് ചില സഹായങ്ങൾക്കായി, വിവാഹ സഹായത്തിനായി നൽകുന്നു, അതിന് ദേവസ്വം ബോർഡിനെ അസോസിയേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഇടപെടൽ നടത്തിയത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരണത്തിനൊക്കെ സഹായം അഭ്യർത്ഥിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. പക്ഷേ മറ്റൊരു രീതിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയായി ഒരു ബന്ധവും തനിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്നുള്ളത് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു സാധാരണ സൗഹൃദത്തിനപ്പുറം മറ്റൊരു ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ വാസു പറയുന്നത്. പക്ഷേ ഒരു രീതിയിലും ഇടപെടൽ നടത്തിയിട്ടില്ല. ശബരിമലയിൽ നിന്ന് അങ്ങനെ സ്വർണം പോയിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം. അങ്ങനെ ഒരു വിശ്വാസ കേന്ദ്രത്തെ ഇങ്ങനെ വിവാദങ്ങളിൽ നിറയ്ക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷന്മാരും മുഴുവൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക്